AKG സെന്റർ ആക്രമണ കേസിൽ കോടതി നടപടികൾ ഇന്ന് ആരംഭിക്കും. അറസ്റ്റിലായ 2 പ്രതികളോട് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വി ജിതിൻ, ടി നവ്യ എന്നിവരാണ് ഹാജരാകുക. 2022 ജൂലൈയിലാണ് AKG സെന്ററിന് നേരെ പടക്കമെറിയുന്നത്. സ്ഫോടക വസ്തു എറിഞ്ഞുവെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകളെങ്കിലും പിന്നീടത് പടക്കമാണെന്ന് സ്ഥിരീകരിച്ചു. സംഭവം നടന്ന് 85-ാം ദിവസം മാത്രമാണ് പ്രതികളെ പിടികൂടാൻ ക്രൈംബ്രാഞ്ചിനായത്. ആദ്യം കേസന്വേഷിച്ച പോലീസിന് പ്രതികളെ കണ്ടെത്താനായില്ല. 2022-ൽ തന്നെ പ്രതികളെ പിടികൂടിയെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാൻ 2024 ജൂൺ വരെ കാത്തിരിക്കേണ്ടി വന്നു. യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസമാണ് 1-ാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം അംഗീകരിക്കവെയാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതികളായ യൂത്ത് കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് സെക്രട്ടറി വി ജിതിൻ, കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ടി നവ്യ എന്നിവരോട് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ജിതിൻ സ്ഫോടക വസ്തു എറിഞ്ഞെന്നും അതിന് സഹായകമായി ജിതിന് സ്കൂട്ടർ എത്തിച്ചു നൽകിയതും ആക്രമണശേഷം തിരികെ കൊണ്ടുപോയതും നവ്യയാണെന്നാണ് കണ്ടെത്തൽ. KPCC ഓഫീസിന് നേർക്കുണ്ടായ DYFI പ്രതിഷേധത്തിലുള്ള വൈരാഗ്യമായിരുന്നു ആക്രമണമെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ ഉൾപ്പെടെ 2 പ്രതികളെ പിടികൂടിയിട്ടില്ല. ഇവർക്കെതിരെ പ്രത്യേക കുറ്റപത്രം നൽകുമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.